നവോദയ എന്ന പ്രസ്ഥാനം മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ അപ്പച്ചൻ സാർ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ നിരവധി പേരുണ്ട്. നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ട്. സിനിമയുടെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരിൽ പ്രമുഖനായ ഒരു സംവിധായകനാണ് നമ്മുടെ സമാഗമത്തിലെ അടുത്ത അതിഥി, പ്രമുഖ സംവിധായകൻ ശ്രീ രാജീവ് കുമാർ. ചാണക്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണല്ലോ അല്ലേ രാജീവ് കുമാറിൻ്റെ ഒരു സിനിമ എൻട്രി എന്ന് പറയാം അല്ലേ? പ്രേക്ഷകൻ അറിഞ്ഞു തുടങ്ങുന്നത് സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ രാജീവ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നവോദയവുമായി ബന്ധപ്പെടുന്നത് ചാണക്യനിലൂടെയാണോ? അല്ല, നവോദയമായിട്ട് ബന്ധപ്പെടുന്നത് 81-ലാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ മോണാക്ടിൻ്റെയൊക്കെ റെഗുലറായിട്ടുള്ള പങ്കാളിയായിരുന്നു. അപ്പം അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുന്നവരെ കേരളം മുഴുവൻ കൊണ്ടു നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊഹമ്മയിൽ ഒരു പ്രോഗ്രാമിന് ഒരു ഗാനമേളയും അതിനോടൊപ്പം ഞാനും അന്നത്തെ മിമിക്രി വിന്നറായ എൻ്റെ ഫ്രണ്ട് തന്നെ ഗോപാലേഷ് ഞാനോടൊരു പ്രോഗ്രാമിന് പോയിരുന്നു. അന്ന് നവോദയയിലുണ്ടായിരുന്ന മാത്യു പോൾ, അദ്ദേഹം മുഹമ്മക്കാരനാണ്. ഞാനന്ന് ആക്സിഡൻ്റിൽ മാത്യുവിന് വീട്ടിൽ കിടന്നാണ് രാത്രി ഉറങ്ങിയത്. അങ്ങനെ ഒരു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലേക്ക് പപ്പയുടെ ഒരു ഫോൺ കോൾ. അങ്ങനെ ഞാൻ നവോദയ ഓഫീസിൽ വിളിക്കുന്നു. അങ്ങനെ ആലപ്പുഴ പോയി. പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് നവോദയ എന്നൊരു ഇല്ല, നമ്മൾ പോയത് എന്തിനാന്ന് നമുക്ക് അറിയാൻ മേലാത്തൊരു മിസ്റ്ററിയിലായിരുന്നു. അങ്ങനെ ഞാൻ 82 ഡിസംബർ 17 കോട്ടയത്ത് SBTയിൽ ജോയിൻ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. അത് പപ്പയായിരുന്നു വിളിച്ചത്. കഴിവതും ഉടൻ തന്നെ ഒന്ന് ആലപ്പുഴ വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്രിസ്മസ് അടുപ്പിച്ചു. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ആണ് ഞാൻ ആലപ്പുഴയ്ക്ക് ചെല്ലുന്നത്. അന്നാണ് ജിജോ ജോസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തത്. കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ജിജോ വന്ന് പപ്പയെ മീറ്റ് ചെയ്തു. ഉദയ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കണ്ണാടി എടുത്ത് കയ്യിലോട്ട് ആ പ്രൊജക്ഷൻ തിയേറ്ററിലേക്ക് കയറി കണ്ണാടി വെച്ച് ഇരുട്ടത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആദ്യമായിട്ട് ഞാൻ 3D സിനിമ ക്ലിപ്പിംഗ് കാണും. അപ്പോൾ ജിജോ പറഞ്ഞു, ഇങ്ങനെ ഒരു പടമാണ് നമ്മൾ ആലോചിക്കുന്നത്, രാജുവിന് സഹകരിക്കാം. അങ്ങനെയാണ് ഞാൻ നവോദയയിലേക്ക് എൻ്റെ എൻട്രി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു പോയിൻ്റ് വരെ ഭയങ്കര ടെററാണ്. 4 മണിക്ക് ചായ ആയിട്ട് വരും. അപ്പോൾ അന്ന് ഞാനൊരു ഫ്രഷ് ആയിട്ട് വന്ന ഒരാളെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് കൂടുതൽ എന്നോടാണ് കൂടുതൽ എന്നോട് കൂടുതൽ കമാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആദ്യം വിളിക്കും, മറ്റുള്ളവരെയൊക്കെ എണീപ്പിക്കും. പിന്നെ വളരെ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളാണ് പപ്പ. അപ്പോൾ ചായ തന്നിട്ട് പപ്പ വണ്ടിയിൽ കുറച്ച് ദൂരം പോയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് തിരിച്ച് നടന്നു വരും. കുടിച്ച് എഴുന്നേറ്റ് വീണ്ടും കിടന്ന് ഉറങ്ങി. നമ്മൾ അറിയാവുന്നുണ്ട് നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഞാൻ അറിയാതെ സംഭവിച്ചൊരു കാര്യം, ഈ 2 വർഷം എന്നുള്ളൊരു പഠനവും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഓരോ ജിജോ നമ്മൾക്ക് ഒരു പഠിപ്പിച്ച് തരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളറിയാതെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പപ്പയെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പപ്പയ്ക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഈ പപ്പയുടെ ശബ്ദം ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് ഞാനവിടുത്തെ ഡ്രൈവർമാരെയും മാനേജർമാരെയൊക്കെ ഫോണിൽ വിളിച്ച് കളിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രാങ്ക്യൂഷൻസ് നടക്കുമ്പോൾ പോലും അത് എൻജോയ് ചെയ്യും. അത് പപ്പ അത് എൻജോയ് ചെയ്യുകയും എന്നിട്ട് നമ്മുടെ ഏറ്റവും നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് അതിനുള്ള അവസരങ്ങൾ തരികയും. എനിക്ക് തോന്നുന്നു നവോദയയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അത്തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളത്തിൽ തീരെ ഇല്ലാത്ത അങ്ങനൊരു, അതാണ് അതിൻ്റെ എക്സാക്റ്റ് വേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ജിജോ ഡയറക്ടറും പപ്പ പ്രൊഡ്യൂസറാണ്. അവിടെ അച്ഛനും മകനും എന്നുള്ള സിനാരിയോ ഇല്ല. അപ്പോൾ അതിനകത്തൊരു സീക്വൻസ്, അതിനകത്തൊരു ഈ പിള്ളേരെല്ലാം കൂടെ കുട്ടിച്ചാത്തൻ ക്യാബറേ കാണിക്കാൻ കൊണ്ടുവന്നൊരു സീക്വൻസാണ്. അപ്പോൾ ജിജോ പറഞ്ഞു, തലേദിവസം പറഞ്ഞു, ഒരു 6 മണിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നാളെ ഒരു 150 പേര് നമുക്ക് വേണ്ടി വരും. അവർ ഡ്രസ്സൊക്കെ ഊരിട്ട് അണ്ടർ ഗാർമെൻറ്റ് മാത്രം ഇട്ടുകൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ ഓഫീസ് റൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ, നാളെ 150 പേര് നമുക്ക് ഇങ്ങനെ അണ്ടർ ഗാർമെൻറ്റ് മാത്രം ഇട്ടുകൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു രാവിലെ 6 മണിക്ക് ഷൂട്ടിങ് വെച്ചിരിക്കുക, ഇപ്പം തന്നെ 6 മണിയായി. എന്നാൽ പിന്നെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു 8-8 ആകുമ്പോൾ പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു എന്ന് അവനോട് പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ഓടി, ഞാൻ ഇതേപോലെ തന്നെ പോയി പറയും. പപ്പ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ നാളെ ഷൂട്ടിംഗ് നടക്കത്തില്ല എന്ന് പറയാൻ കാരണം ഞാൻ അവിടെ ചെന്ന് അങ്ങനെയാണ് നാളെ ഷൂട്ടിംഗ് നടക്കത്തില്ല. അപ്പം ഇത് നല്ല രസമായി ഇവർ തമ്മിലുള്ള ഈ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒരു പ്രോഡക്റ്റ് പെർഫെക്ഷന് വേണ്ടിയുള്ള എന്നാൽ പപ്പ ഇത് പറയുമെങ്കിലും പപ്പ അത് കോർഡിനേറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു ആംബിക്വിറ്റി ഉണ്ട്. കാര്യം രാത്രി ഒരു 9 മണി വരെ ഈ നടക്കുന്നുണ്ട്. അറേഞ്ച് ചെയ്യുമോ അറിയാൻ വേണം. പക്ഷെ രാവിലത്തെ ഷെഡ്യൂൾ അവിടെ ഒട്ടിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഒട്ടിക്കുന്നു ഷെഡ്യൂൾ. രാവിലെ 6 മണിക്ക് അവിടെ ചെല്ലണം. ഇപ്പോൾ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 150 പേര് ഷോർട്സ് ഇട്ടുകൊണ്ട് പുഷപ്സ് എടുക്കുന്നു, കുറേ പേര് ഡംബലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇവർ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെയാണ് ഞാൻ മനസ്സിലാകുന്നത് പപ്പ അതിനെ വളരെ ക്രിയേറ്റീവായിട്ട് കണ്ടത്. അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അന്നെനിക്കത് മനസ്സിലായിട്ടില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെയോ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഷർട്ടും പാൻറ്റും ഊരിയിട്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല. നേരെ മറിച്ചൊരു ജിംനേഷ്യത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ബോഡി കാണിക്കുക എന്നുള്ളത് അവരുടെ സൈക്കോളജിക്കലി അവർക്ക് ഏറ്റവും ത്രില്ലുള്ള. അപ്പോൾ അത്തരത്തിൽ ഒരു തിങ്കിങ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രൊഡക്ഷൻ പ്രോബ്ലം ഒരു 5-10 മിനിറ്റ് കൊണ്ട് പപ്പ ഹാൻഡിൽ ചെയ്തത്.